നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ്. അതിന് NSSഉം സുകുമാരൻ നായരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് ഈ സമുദായത്തിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നു? ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട് സുകുമാരൻ നായർ എടുത്തിട്ടുണ്ടാവുക? അത് സുകുമാരൻ നായരോട് തന്നെ ചോദിക്കേണ്ടി വരും. ചോദിച്ചാലും പുള്ളി പറയില്ല. കാരണം വളരെ തന്ത്രശാലിയായിട്ടുള്ളൊരു നേതാവാണ് സുകുമാരൻ നായർ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എല്ലാ കാലത്തും ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വ്യഗ്രത അയാളിലുണ്ട്. അത് ഏത് വിധേനയും അത്തരത്തിൽ അയാളുള്ള സ്ഥാനം സേഫ് ആക്കുക എന്നുള്ളൊരു നിലപാടിലാണ് സുകുമാരൻ നായർ എപ്പോഴും ഉള്ളത്. ഇപ്പം നമുക്കറിയാം 2018 സ്ത്രീ പ്രവേശന വിധി വരുന്നത്. അതിനുശേഷം അതായത് അതിനുശേഷം അന്നത്തെ മാധ്യമങ്ങൾ ഞാൻ എടുത്തു നോക്കും, ഞാൻ അന്നത്തെ പത്രങ്ങളും മാധ്യമങ്ങളും എടുത്തു നോക്കുമ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു, വലിയൊരു മുന്നേറ്റം, നവോത്ഥാന മുന്നേറ്റം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ മാധ്യമങ്ങൾ ആ ഒരു ദിവസം പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഗതി മാറി. കാരണം ആദ്യമായിട്ട് ഈ സർക്കാർ ഈ വിധി അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ പിറ്റേ ദിവസം മുതൽ ഈ NSS ആണ് ഈ സ്ത്രീ പ്രവേശന വിധിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിൽ നിന്ന് അവിടെ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ട ആ ഒരു വലിയൊരു നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് കേരളം മുഴുവൻ കത്തിജ്വലിക്കുന്ന ഒരു കാഴ്ചയിലോട്ടാണ് നമ്മൾ പോയത്. എന്നത് സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചൊരു സംഘടന NSSുമാണ്, ഈ പറയുന്ന സുകുമാരൻ നായരുമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ 2021 വരെ, 2019 അതിന്റെ പീക്ക് ടൈം ആയിരുന്നു. അതായത് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു ദിവസം പോലും ഇല്ലായിരുന്നു NSSന്. ഇങ്ങേർക്കും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് 2021 വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സുകുമാരൻ നായർക്കുണ്ടായ മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അതിനു മുൻപ് വരെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ശക്തി ഉണ്ടായിരുന്നൊരു നേതാവായിരുന്നു അയാൾ. ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, ആദ്യം ഉണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് രമേശ് ചെന്നിത്തല വന്ന ഒരു സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതായത് താക്കോൽ സ്ഥാനത്തേക്ക് ഒരു നായർ വന്നില്ലെങ്കിൽ ഈ സർക്കാരിന് താഴ്പോന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ഭീഷണികൾ നടത്തിയിരുന്നൊരു നേതാവാണ്. അതുപോലെ കേരള രാഷ്ട്രീയത്തിന് നേരെ ഗർജിക്കുന്ന ഒരു സിംഹമായിട്ടാണ് അന്ന് അയാൾ നിലനിന്നിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് അയാൾ ഒരു പൂച്ചയായിട്ട് മാറിയിരിക്കുന്നു. അതായത് പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് അയാളെ കാണാനേയില്ല. നമ്മളിപ്പം മുൻപ് എല്ലാ ദിവസങ്ങളിലും വാർത്താ മാധ്യമങ്ങളിൽ നിലനിന്ന NSSും സുകുമാരൻ നായരെയും പിന്നീട് കാണാനേയില്ല. പിന്നെ NSSന്റെ ഈ ഒരു തീരുമാനം പറഞ്ഞത് വൈസ് പ്രസിഡന്റ് ആണ്, അതെ വ്യക്തിയാണ്. അപ്പൊ അതിലും അതാ പറഞ്ഞത്. അതായത് സുകുമാരൻ നായരെ സംബന്ധിച്ച് അതിലൊരു വലിയൊരു എന്തൊക്കെയോ പ്രശ്നങ്ങളും അയാളെ സംബന്ധിച്ചുണ്ട്. ഇപ്പം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ശക്തി അയാൾക്ക് ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പലവിധ കാരണങ്ങളുണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു അറിയില്ല. അത്തരം വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. കേസൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്, പക്ഷെ അതുകൊണ്ട് മാത്രമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും സുകുമാരൻ നായരുടെ ഒരു മുൻപത്തെ നിലപാട് ഇപ്പോഴത്തെ നിലപാട് എടുത്താൽ പോലും നമുക്കൊന്ന് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അന്ന് ഈ സർക്കാരിനെതിരെയും ഈ വിധിക്കെതിരെയും വലിയ തോതിൽ പ്രസംഗിച്ച സുകുമാരൻ നായർ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു അയ്യപ്പ സംഗമം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയതാണ് NSS സുകുമാരൻ നായർ. ഇപ്പോൾ പുള്ളിയുടെ പ്രതിനിധി അവിടെ എത്തുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ പുള്ളി തന്നെ അവിടെ എത്താനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ ഇത് സുകുമാരൻ നായരെ സംബന്ധിച്ച് ഇതൊരു ആത്മഹത്യാപരമായിട്ടുള്ളൊരു നടപടിയാണ്. കാരണം അന്ന് ഈ പറയുന്ന അതായത് ഈ ഏറ്റവും കൂടുതൽ നായർ പ്രാതിനിധ്യമുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന പത്തനംതിട്ട, കോട്ടയം, ചങ്ങനാശ്ശേരി പോലെയുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നായർ പ്രാതിനിധ്യമുള്ളത്. ഇവരെല്ലാവരും അയ്യപ്പ വിശ്വാസികളുമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന സ്ഥലമാണ്. അപ്പം ഇവരെല്ലാം അയ്യപ്പ വിശ്വാസികളുമാണ്. അപ്പം അവരെല്ലാം ഒരുപാട് വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ഈ ഒരു സ്ത്രീ പ്രവേശനം. അത് സർക്കാർ അന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് സർക്കാർ അവരുടെ പോലീസിന്റെ ഒരു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ആ യുവതികളെ അവിടെ കയറ്റുന്നൊരു
സംഭവമൊക്കെ നമ്മൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് അത് വലിയൊരു വേദന തന്നെയായിരുന്നു, അവരെ സംബന്ധിച്ച് വലിയൊരു മുറിവ് തന്നെയായിരുന്നു. അപ്പം ആ മുറിവ് മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തവണ അയ്യപ്പ സംഗമം നടത്തുന്നത്. അപ്പം അതിനെതിരെ പ്രതിരോധിക്കേണ്ടത്, അതിനെ പ്രതിരോധിച്ച് നിർത്തേണ്ടത് ഇതൊരു വോട്ട് തന്ത്രമാണ് എന്ന് തന്നെ പറഞ്ഞു നിർത്തേണ്ട ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും NSSഉം സുകുമാരൻ നായരും. പക്ഷെ സുകുമാരൻ നായർ അതിന് തയ്യാറാവുന്നില്ല. അയാൾ മാത്രമല്ല ഈ ഒരു സംഗമത്തെ സ്വാഗതം ചെയ്യുക കൂടിയാണ്. എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. കാരണം അതൊരിക്കലും അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല, തീർച്ചയായിട്ടും അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല. മാത്രമല്ല മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഇയാളെ അലട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയനെതിരെ ഇപ്പോൾ മിണ്ടാൻ അയാൾ തയ്യാറാവാത്തത് എന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ടി വരും. കാരണം അയാൾക്ക് അതിനുള്ള പവർ ഇപ്പോൾ ഇല്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും അയാളുടെ സംഘടനയ്ക്കുള്ളിൽ അയാൾക്കുണ്ടാകുന്ന ഒരു ഡാമേജ് വളരെ വലുതായിരിക്കും. അതിനെ പോലും ശ്രദ്ധിക്കാതെ ആളുകൾ തന്നെ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും അതെ അതിനെ പോലും വകവയ്ക്കാതെ എന്തുകൊണ്ടാണ് ഇയാൾ ഇതിനെ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. അത് പലവിധ പ്രശ്നങ്ങളുണ്ട് അയാളെ സംബന്ധിച്ച്, പലവിധ കേസുകൾ, പലവിധ ആരോപണങ്ങൾ അയാളെ സംബന്ധിച്ച് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാണോ എന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു വലിയൊരു ഷിഫ്റ്റ് എന്തോ നടന്നിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് പുറത്തു വരാനുള്ളത്. എന്തുകൊണ്ടായിരിക്കും സുകുമാരൻ നായർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത്? അപ്പം പിണറായി വിജയൻ എന്തിനാണ് അയാൾ ഭയക്കുന്നത്? അതായത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു ഭയം തന്നെയാണ് അയാളെ സംബന്ധിച്ച്. എന്തോ അയാളെ പേടിപ്പിക്കുന്ന എന്തോ ഒന്ന് പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. അതിന് കാരണം ഈ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലാണ്. ഈ പറയുന്ന പോലീസിലെ പല രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്. അങ്ങനെ പല തെളിവുകളും പല സംഭവങ്ങളും പിണറായി വിജയൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് സുകുമാരൻ നായരെ സംബന്ധിച്ച് പുള്ളിയെ ആക്രമിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ അങ്ങേരുടെ കയ്യിലുണ്ട്. അതിനെ ഭയന്നിട്ടായിരിക്കാം ഒരു പക്ഷേ സുകുമാരൻ നായർ ഇതിനെ അംഗീകരിക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. തീർച്ചയായിട്ടും എന്തായാലും അയ്യപ്പ സംഗമം എന്തായാലും നടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇനി മറ്റ് സമുദായ അംഗങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇതിപ്പം അത് പക്ഷേ എങ്ങനെയായിരിക്കും NSSനെ എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുന്നത് എന്നാണ് ഇനി നോക്കാനുള്ളത്. ഇപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ പറ്റി അറിയാം. എന്നിട്ട് 20-ാം തീയതി ആണല്ലോ ഇനി നടക്കാൻ പോണത്. അപ്പം അതെങ്ങനെയായിരിക്കാം കേരള രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നതിനെ പറ്റിയായിരിക്കും നമുക്ക് നോക്കേണ്ടത്.